ഹായ് ഓൾ. ഇന്ന് നമുക്ക് കെമിസ്ട്രിയുടെ ലെസൺ യൂണിറ്റ് 27 ആൻഡ് 28 നോക്കണം. 27 ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഇത്രയും ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അതിനുശേഷം അടുത്തത് കോമ്പൗണ്ട്സ്, ഹൈഡ്രജൻ കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ കണ്ടെയ്നിങ് നൈട്രജൻ. ഈ രണ്ട് ചാപ്റ്റേഴ്സാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. അപ്പോൾ ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, നമ്മൾ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസിനെ കുറിച്ച് പഠിച്ചു. ഇതിൽ ഒരെണ്ണം പറയുവാണെങ്കിൽ ആരോമാറ്റിക് ബെൻസീൻ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ്. ഈ ബെൻസീൻ എന്തെങ്കിലും ഓരോ കോമ്പൗണ്ട്സ് വരുമ്പോൾ ഉണ്ടാകുന്ന പേര്, അവരുടെ ഓർഗാനിക് നെയിം, കോമ്പൗണ്ടിന്റെ പേര് നമ്മൾ പഠിച്ചു. അതുപോലെ ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, ഇതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബെൻസീൻ CHO വരുവാണെങ്കിൽ അത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെന്ന് പറയും. അതുപോലെ ബെൻസീൻ റിങ്ങിൽ COO വരുവാണെങ്കിൽ അത് കീറ്റോ ഗ്രൂപ്പ് ആണെന്ന് പറയും. അതുപോലെ ബെൻസീൻ റിങ്ങിൽ COOH ആസിഡ് ഗ്രൂപ്പ് ആണെന്ന് പറയും. അപ്പോൾ നമ്മൾ ബെൻസീൻ റിങ്ങിൽ തന്നെ ഓരോ കോമ്പൗണ്ട്സ് വരുന്ന പഠിച്ചു. ബെൻസീൻ റിങ്ങിൽ OH വന്നാൽ ഫീനോൾ, അതുപോലെ ബെൻസീൻ റിങ്ങിൽ CH3 വന്നാൽ മീഥൈൽ ബെൻസീൻ അല്ലെങ്കിൽ ടൊളുവിൻ എന്ന് പറയും. ബെൻസീൻ റിങ്ങിൽ NO2 വരുവാണെങ്കിൽ നൈട്രോ ബെൻസീൻ എന്ന് പറയും. അതുപോലെ ബെൻസീൻ റിങ്ങിൽ NH2 വരുവാണെങ്കിൽ അത് അനലീൻ എന്ന് പറയും. അതുപോലെ ബെൻസീൻ റിങ്ങിൽ COOH വന്നാൽ അതിനെ കാർബോക്സിലിക് ആസിഡ് ആണെന്ന് പറയും. അതുപോലെ ബെൻസീൻ റിങ്ങിൽ CHO വന്നാൽ അത് ആൽഡിഹൈഡ് ആണെന്ന് പറയും. അതുപോലെ ബെൻസീൻ റിങ്ങിൽ COO വരുവാണെങ്കിൽ അതിന് കീറ്റോ ഗ്രൂപ്പ് എന്നും പറയും. നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് കൂടുതലായിട്ട് ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഇതിന്റെ റിയാക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് അത് PDF ഒന്ന് നോക്കാം. ആൽഡിഹൈഡ്, ഓക്കെ. ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് യൂണിറ്റ് 27 ആണ് വരുന്നത്. Okay, then aldehyde, ketones and carboxylic acid. ഇതിൽ ഫസ്റ്റ് കുറച്ച് ആൽഡിഹൈഡിന്റെ കൺവേർഷനാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ആയിട്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. നോക്കാം. പ്രൊപ്പൈൻ ഫ്രം പ്രൊപ്പെയിൻ, എങ്ങനെ പ്രൊപ്പെയിനിൽ നിന്ന് പ്രൊപ്പെയിനിനെ ഉണ്ടാക്കാം. ഇവിടെ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് പ്രൊപ്പെയിനിനെ ട്രീറ്റ് ചെയ്താണ് പ്രൊപ്പൈനിലേക്ക് മാറ്റുന്നത്. അതുപോലെ ഇവിടെ മെർക്കുറി സൾഫേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിന്റെ ഇക്വേഷൻ. CH3 ഡബിൾ ബോണ്ട് CH plus H2O in presence of sulfuric acid and HgSO4, മെർക്കുറിക് സൾഫേറ്റ്. പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് CH3COO, propane. Then next, aldehyde is more reactive than ketone. കീറ്റോണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആൽഡിഹൈഡ് കൂടുതൽ റിയാക്റ്റീവ് ആണ്. കാരണം എന്താണ്? They have one alkyl group whereas a ketone has two alkyl groups. Hence, the carbonyl carbon in aldehyde more positive. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പ്രസൻസ് ആണ് ഈ റിയാക്ടിവിറ്റിക്ക് കാരണം. ആൽഡിഹൈഡ് ഗ്രൂപ്പ് മോർ റിയാക്റ്റീവ് ആണ് കീറ്റോണെ അപേക്ഷിച്ച്, കാരണം പ്രസൻസ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. Then അടുത്ത സ്ട്രക്ചർ ഓഫ് ദ ഫോളോയിങ്, കുറച്ച് സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ കോമൺ സ്ട്രക്ചറാണ് തന്നിരിക്കുന്നത്, അത് പഠിച്ചു വെക്കുക.
ഈ സൈനോഹൈഡ്രീന്റെ സ്ട്രക്ചറും, അതുപോലെ അസറ്റൈൽ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ, അതുപോലെ സെമി അസറ്റൈൽ ഗ്രൂപ്പ് ദെൻ ഇതിന്റെയൊക്കെ R എന്ന് കൊടുത്തിരിക്കുന്നത് അവിടെ ഏതെങ്കിലും ഹൈഡ്രോ കാർബൺസ് ആണ് തന്നിരിക്കുന്നത്. ഏത് ഹൈഡ്രോ കാർബൺസ് വേണമെങ്കിലും വരാം. നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. കാർബോക്സിലിക് ആസിഡ് ഈസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ. കാർബോക്സിലിക് ആസിഡ് ആൽക്കഹോളിനെ അപേക്ഷിച്ച് കൂടുതൽ അസിഡിക് ആണ്. കാരണം because the resonance stabilization of carboxylate anion, the alkoxide ion cannot be stabilized by resonance. ഇവിടെ കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? റെസണൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് അയോൺ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ റെസണൻസ് സ്റ്റെബിലൈസേഷൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതിലായിരുന്നു? റെസണൻസ് സ്റ്റെബിലൈസേഷൻ ഓസോണിന്റെ കേസിലാണ് പഠിച്ചത്. ഇവിടെ കാർബോക്സിലിക് ആസിഡ് അസിഡിക് ദാൻ ആൽക്കഹോളിനെ അപേക്ഷിച്ച് കാർബോക്സിലിക് ആസിഡ് കൂടുതൽ അസിഡിക് ആണ്. കാരണം റെസണൻസ് സ്റ്റെബിലൈസേഷൻ ആണ്. റെസണൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് കാർബോക്സിലേറ്റ് ആനയോൺ. നെക്സ്റ്റ് നോക്കാം. അടുത്തത് IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്സ് ഗിവൺ ബിലോ. വന്നിരിക്കുന്ന കോമ്പൗണ്ട്സിന്റെ IUPAC നെയിംസ് എഴുതുക. നോക്കാം. CH3, CH2, C ഡബിൾ ബോണ്ട് O H. ഡബിൾ ബോണ്ട് O കീറ്റോ ഗ്രൂപ്പാണ് വരുന്നത്. കീറ്റോ ഗ്രൂപ്പ് വരുമ്പോൾ പേര് കൊടുക്കുമ്പോൾ നമ്മൾ ആൾ എന്ന് ചേർക്കും. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു പേര് കൊടുക്കുമ്പോൾ വേർഡ് റൂട്ട് ആൻഡ് സഫിക്സ് കൊടുക്കുന്നു പറഞ്ഞു. അതുപോലെ ഗ്രൂപ്പ് വരുമ്പോൾ ഓരോ പേര് കൊടുക്കുന്നത് വേറെ ഡിഫറൻസ്, പേര് കൊടുക്കുന്നതിൽ വ്യത്യാസമുണ്ട്. അപ്പോ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വന്നാൽ ആൾ എന്ന് ചേർക്കും. വേർഡ് റൂട്ടും സഫിക്സിന്റെ ഒപ്പം ആൾ എന്ന് ചേർക്കുന്നു. ഇവിടെ പ്രൊപ്പനാളാണ് വന്നിരിക്കുന്നത്. പ്രൊപ്പനാൾ 3 കാർബൺ ആറ്റം ഉണ്ട് ചെയിനില്, അതുകൊണ്ട് പ്രൊപ്പ് എന്ന് വരും. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അത് ആൾ എന്ന് കൊടുക്കണം. നെക്സ്റ്റ് അടുത്തവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഇതിലെ ലാസ്റ്റ് ചെയിനിൽ CH3 എന്ന് വരും. നമുക്ക് നോക്കാം. CH3 സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O. C അവിടെ H മാത്രമേ കൊടുത്തിട്ടുള്ളൂ. CH3 എന്ന് വരും. ഇതിന്റെ നെയിം വരുന്നത് പ്രൊപ്പനോൺ എന്നാണ്. അസറ്റോൺ എന്നും പറയും. രണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷെ സ്ട്രക്ചർ ഡിഫറൻസ് ആണ്. നെക്സ്റ്റ് ടോളറൻസ് ടെസ്റ്റ്. Tollens reagent is ammoniacal silver nitrate and mild oxidizing agent. Aldehyde is silver mirror with Tollens reagent. അപ്പോൾ Tollens reagent എന്താണെന്ന്? Tollens reagent എന്ന് വെച്ചാൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റും മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റുമാണ്. ഇതിന്റെ ഇക്വേഷൻ ആ താഴ്ന്നിരിക്കുന്നത്. ഇനി ആൽഡിഹൈഡ് ടോളൻസിൽ എങ്ങനെയാണ്, റിയേജന്റിൽ എങ്ങനെയാണ് കാണിക്കുന്നത്? ഒരു സിൽവർ മിറർ പോലെ കാണുന്നു. നെക്സ്റ്റ് ടോളൻസ് റിയേജന്റിന്റെ ഇക്വേഷൻ ആണ് RCHO + 2AgNH3 ടോയ്സ് എന്ന് വരും. നെക്സ്റ്റ് ആൾഡോൾ എന്താണ്? ദ പ്രോഡക്റ്റ് ഫോംഡ് ബൈ ദ കണ്ടൻസേഷൻ ഓഫ് ആൽഡിഹൈഡ് മോളിക്യൂൾ ഹാവിംഗ് ആൽഫ ഹൈഡ്രജൻ ആറ്റം. ആൾഡോൾസ് contain both an aldehyde and alcohol functioning group. ഇപ്പൊ ആൾഡോൾ എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് ആണ്. എന്തിന്റെയൊക്കെ പ്രോഡക്റ്റ്? കണ്ടൻസേഷൻ റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന പ്രോഡക്റ്റ്. ആരൊക്കെ കണ്ടൻസേഷൻ റിയാക്ഷൻ വഴിയാണ്? ആൽഡിഹൈഡും ആൽഫ ഹൈഡ്രജൻ ആറ്റവും തമ്മിലുള്ള കണ്ടൻസേഷൻ റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് ആൾഡോൾ. ഇനി ആൾഡോളിന്റെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താന്ന് വെച്ചാൽ അത് ആൽഡിഹൈഡിന്റെയും ആൽക്കഹോളിന്റെയും ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഇത്രയാണ് ഇതിൽ വരുന്ന. നെക്സ്റ്റ് നോക്കാം.
അടുത്ത ഹാലഫോം റിയാക്ഷൻ. ഹാലഫോം ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക, ബുക്ക് ഉണ്ടെങ്കിൽ. ബ്രോമിൻ ക്ലോറിൻ ഓൾറെഡി ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ ഹാലഫോം റിയാക്ഷൻ. ഓക്കെ, then ഹാലഫോം റിയാക്ഷൻ എന്താന്ന് നോക്കാം. The trihaloketones react with the hydroxide ion, which finally give a carboxylate ion and a haloform. അതായത് ഒരു ഹാലജൻ ഉള്ള കീറ്റോൺസ് ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ കാർബോക്സിലേറ്റ് അയോണും ഹാലജനും ഉണ്ടാകുന്നു, ഹാലോഫോമും ഉണ്ടാകുന്നു. ഇതിനെയാണ് പറയുന്നത് ഹാലോഫോം റിയാക്ഷൻ എന്ന്. ഇക്വേഷൻ താഴെ കൊടുത്തിരിക്കുന്ന ഹാലോഫോം റിയാക്ഷന്റെ. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. Then sodium bicarbonate test. സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കാർബോക്സിലിക് ആസിഡ് നമ്മൾ പറഞ്ഞു, കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് COOH എന്ന് വരും. നമുക്ക് നോക്കാം. കാർബോക്സിലിക് ആസിഡ് റിയാക്ട് വിത്ത് അക്വസ് സോഡിയം ബൈകാർബണേറ്റ് ഇവോൾവ് കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് എഫർവസൻസ്. എഫർവസൻസ് എന്ന് വെച്ചാൽ പതഞ്ഞു പൊങ്ങുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു, പതഞ്ഞു പൊങ്ങി പുറത്തേക്ക് പോകുന്നു. ഇവിടെ കാർബോക്സിലിക് ആസിഡിനെ സോഡിയം ബൈകാർബണേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു, റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോ RCOONA എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നു. പ്ലസ് H2O പ്ലസ് CO2 കാർബൺ ഡയോക്സൈഡ് പറയുന്ന കോമ്പൗണ്ടും ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ്, എസ്റ്റർ ടെസ്റ്റ്. അത് നേരത്തെ നമ്മൾ നോക്കിയതാണ് കഴിഞ്ഞ ചാപ്റ്ററിലെ. എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും റിയാക്ട് ചെയ്ത് എസ്റ്റർ ഉണ്ടാകുന്ന പ്രോസസ്. ഇതിനെയാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. എ കാർബോക്സിലിക് ആസിഡ് റിയാക്ട് വിത്ത് ആൻ ആൽക്കഹോൾ in presence of a little sulfuric acid to form an ester which recognized truly by smell. ഒരു ഫ്ലവർ സ്മെൽ ആയിരിക്കും വരുന്നത് എസ്റ്ററിന്. ഈ എസ്റ്ററിന്റെ ഐഡന്റിഫിക്കേഷൻ തന്നെ ഒരു ഫ്ലവർ സ്മെല്ല്, ഫ്ലവർ പൂക്കളുടെ സ്മെല്ല് കൊണ്ടാണ് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. നോക്കാം, ഇത് പെർഫ്യൂമിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇക്വേഷൻ നോക്കാം. RCOH പ്ലസ് ROH, ഇവിടെ R കൊടുത്തിരിക്കുന്ന ഹൈഡ്രോ കാർബൺസ് ആണ്. പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് H2SO4 ഗീവ് RCOOR പ്ലസ് H2O. അതായത് എസ്റ്റർ ഉണ്ടാകുന്നു. RCOR എന്ന് വെച്ചാൽ എസ്റ്റർ ആണ്. അപ്പൊ കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്ത് എസ്റ്റർ ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ് എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 180 ആണെന്ന് തോന്നുന്നു. 180 and 181 എടുക്കുക. 180 and 81. അതിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഉണ്ട്. വെരി ഇമ്പോർട്ടന്റ് ആണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ. എക്സാമിന് ചിലപ്പോ 4 മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഈ റിയാക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. കാനിസാറോ റിയാക്ഷൻ, റോസൻമാൻ റിഡക്ഷൻ, പിന്നെന്താ ഫെല്ലിംഗ് ടെസ്റ്റ്, ഫ്രീഡൽ-ക്രാഫ്റ്റ് അസൈലേഷൻ, ഫിഷർ റിയാക്ഷൻ, ക്ലേസൻമാൻ റിഡക്ഷൻ. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. എല്ലാം ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന്. എന്തായാലും പഠിച്ചു വെക്കേണ്ട റിയാക്ഷൻ ആണ്. അതുപോലെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയായിരുന്നു. കഴിഞ്ഞ ചാപ്റ്ററിലെ എന്തോ ഡൈസറ്റേഷൻ റിയാക്ഷൻ, അതുപോലെ
വേറൊരു റിയാക്ഷനോടെ സാൻമെയർ റിയാക്ഷൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത് നമുക്ക് നോക്കാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് ഇത്. ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, ഇവരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ഒരു മിനിറ്റ്. കാനിസാറോ റിയാക്ഷൻ നോക്കാം. Aldehyde which do not containing alpha hydrogen atom in their molecule undergo self-oxidation and reduction reacting with the treatment with the concentrated alkali. The reaction is called Cannizzaro reaction. അതായത് ആൽഡിഹൈഡില് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല എങ്കിൽ അത് സെൽഫ് ഓക്സിഡേഷന് അല്ലെങ്കിൽ റിഡക്ഷന് കാരണമാകുന്നു. എങ്ങനെയാ സെൽഫ് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നത്? വിത്ത് ട്രീറ്റ്മെന്റ് ഓഫ് ആൽക്കലി, ആൽക്കലിയുമായിട്ട് ട്രീറ്റ്മെന്റ് നടത്തിയാണ് സെൽഫ് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നത്. ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് പറയുന്നത് കാനിസാറോ റിയാക്ഷൻ. ഇതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. HCHO ഏത് ആൽഡിഹൈഡാ? HCHO. മെത്തനോള് റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് NaOH, സോഡിയം ഹൈഡ്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കുക. അപ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് CH3OH പ്ലസ് HCONa, സോഡിയം ഫെറേറ്റ്, മെഥനോൾ സോഡിയം ഫെറേറ്റ് ഉണ്ടാകുന്നു. മെഥനോൾ പ്ലസ് സോഡിയം ഫെറേറ്റ്, ഇതാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ സെക്കൻഡ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് C6H5CHO plus C6H5CHO give in presence of NaOH ഉണ്ടാകുന്നത് C6H5CH2OH. എന്താ പ്രോഡക്റ്റിന്റെ പേര്? ബെൻസൈൽ ആൽക്കഹോൾ. അതുകൂടാതെ C6H5COONa, സോഡിയം ബെൻസോയേറ്റ് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നു. നെക്സ്റ്റ് നോക്കാം. റോസൻമൺ റിഡക്ഷൻ. ഇതും റിഡക്ഷൻ പ്രോസസ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആസിഡ് ക്ലോറൈഡ് ആർ റെഡ്യൂസ്ഡ് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ബൈ പാസിംഗ് ഹൈഡ്രജൻ ത്രൂ ഹോട്ട് സൊല്യൂഷൻ ഓഫ് lead chloride in presence of palladium deposited in barium sulfate. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിഡക്ഷൻ പ്രോസസ് ആണ്. ആൽഡിഹൈഡിനെ, ക്ലോറൈഡിനെ പറഞ്ഞിരിക്കുന്നത്, ക്ലോറൈഡിനെ, ആസിഡ് ക്ലോറൈഡിനെ റിയാക്ട് ചെയ്യിക്കുക, ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അവിടെ ഒരു സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ട്, ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ്. അപ്പോൾ ഉണ്ടാകുന്നത്, റിഡക്ഷൻ പ്രോസസ്സ് വഴി ഉണ്ടാകുന്നത് അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. കോമൺ പ്രോഡക്റ്റ് ആയി HCl ഉണ്ടാകുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആസിഡ് ക്ലോറൈഡ് എന്ന് പറയുന്നത് അസറ്റൈൽ ക്ലോറൈഡ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അസറ്റാൽഡിഹൈഡ് ഉണ്ടാകുന്നു. ഇതാണ് റോസൻമൺ റിഡക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ. നെക്സ്റ്റ് ഫില്ലിംഗ് ടെസ്റ്റ്. എന്താണ് ഫില്ലിംഗ് ടെസ്റ്റ് എന്ന് നോക്കാം. ഇത് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ഇതാണ് ഫില്ലിംഗ് ടെസ്റ്റിൽ വരുന്നത്. ഇവിടെ ഒരു ഫില്ലിംഗ് സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് സൊല്യൂഷൻ റോക്കി സാൾട്ട് ഈസ് കോൾഡ് ഫില്ലിംഗ് സൊല്യൂഷൻ. അതെന്താണ് ഈ റോക്കി സാൾട്ട് നോക്കാം. റോക്കി സാൾട്ട് ഫില്ലിംഗ് സൊല്യൂഷൻ എന്ന് പറയും. ഈ ഫില്ലിംഗ് സൊല്യൂഷനെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്ത് വീണ്ടും ഹീറ്റ് ചെയ്താണ് ഈ ആൽഡിഹൈഡിലേക്ക് എത്തിച്ചേരുന്നു. നോക്കാം അതിന്റെ. Okay, an alkaline solution of copper sulfate containing rocky salt called a filling solution. On heating aldehyde with it and red cuprous oxide is formed. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫില്ലിംഗ് സൊല്യൂഷനിലേക്ക് ആൽഡിഹൈഡിനെ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്ത് നന്നായിട്ട് ഹീറ്റ് ചെയ്ത ശേഷം ഈ കുപ്രസ് ഓക്സൈഡ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അത് 3 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫില്ലിംഗ് സൊല്യൂഷനെ വാമപ്പ് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഹീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ കോപ്പറിന്റെ ഹൈഡ്രോക്സൈഡും
Na2SO4 സോഡിയം സൾഫേറ്റും കിട്ടുന്നു. വീണ്ടും ഈ കോപ്പറിന്റെ ഹൈഡ്രോക്സൈഡിനെ ഹീറ്റ് ചെയ്യുന്നു. ഫോം ചെയ്യിപ്പിക്കുമ്പോൾ കോപ്പർ ഓക്സൈഡും വാട്ടറും കിട്ടുന്നു. വീണ്ടും ഇതിനെ ഈ കോപ്പർ ഓക്സൈഡിനെ ആൽഡിഹൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ആസിഡും കോപ്പർ ഓക്സൈഡ് സെപ്പറേറ്റ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഫില്ലിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് റിയാക്ഷൻ. അടുത്തത് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ അടുത്ത ചാപ്റ്ററിലും ഈ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ വരുന്നുണ്ട്. ഇത് ആരോമാറ്റിക് കീറ്റോണിന്റെ പ്രിപ്പറേഷൻ ആണ് പറയുന്നത്. Aromatic ketone can be prepared by Friedel-Crafts acylation reaction. For example, aromatic ketone ഉണ്ടാകുന്ന പ്രോസസ് റിയാക്ഷനെയാണ് പറയുന്നത് Friedel-Crafts acylation. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബെൻസീൻ റിംഗിൽ OCH3 വരുന്നത് Friedel-Crafts acylation റിയാക്ഷൻ വഴി ഉണ്ടാകുന്നു. OCH കീറ്റോ ഗ്രൂപ്പ് ആണ് ഉണ്ടാകുന്നത്, ഒരു കീറ്റോൺ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആൽഡിഹൈഡ് അരോമാറ്റിക് കീറ്റോൺ ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെയാണ് പറയുന്നത് ഫ്രീഡൽ-ക്രാഫ്റ്റ് അസൈലേഷൻ. നെക്സ്റ്റ് വോൾഫ്-ഫിഷർ റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ് അവിടെ ഉണ്ട്. ഇത് റിഡക്ഷൻ പ്രോസസ് ആണ്. ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ റെഡ്യൂസ് ചെയ്ത് ഈഥൈൽ ബെൻസീൻ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ് നോക്കാം. When aldehyde or ketone is heated in basic solution of tetrasin, ആൽഡിഹൈഡിനെ കീറ്റോണിനെ ഹീറ്റ് ചെയ്യുന്നു. ടെട്രാസിൻ എന്ന് പറയുന്ന സൊല്യൂഷനിൽ ഹീറ്റ് ചെയ്യുന്നു. Then in a high boiling of alcohol, then the carbonyl group is converted to methylene. അപ്പോൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ കാർബണൈൽ ഗ്രൂപ്പ് കൺവേർട്ട് ചെയ്ത് മെഥിലി ഗ്രൂപ്പ് ആയിട്ട് മാറുന്നു. ഇതാണ് വോൾഫ്-ഫിഷർ റിഡക്ഷൻ. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈഥൈൽ ബെൻസീൻ ഉണ്ടാവുന്ന റിയാക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കീറ്റോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കീറ്റോണിനെ ട്രീറ്റ് ചെയ്യുന്നു. അവിടെ ഈഥൈൽ ബെൻസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നു. നെക്സ്റ്റ് റിയാക്ഷൻ നോക്കാം. ക്ലേസൺമാൻ റിഡക്ഷൻ. ഇതും റിഡക്ഷൻ പ്രോസസ് ആണ്. ഇറ്റ് ഈസ് ക്യാരിയഡ് ഔട്ട് അസിഡിക് മീഡിയം യൂസിങ് അമാൽഗേറ്റഡ് സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് അസിഡിക് മീഡിയത്തിലാണ് നടക്കുന്നത്. ഇവിടെ അമാൽഗേറ്റഡ് സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡും ഉപയോഗിക്കുന്നുണ്ട്. ഇക്വേഷൻ പറയുകയാണെങ്കിൽ CH3 CH2 5 times CHO in presence of zinc and mercury. Then CH3 CH2 5 times CH3 ഉണ്ടാകുന്നു. ഹെപ്റ്റൈൻ ഉണ്ടാകുന്നു. ഹെപ്റ്റനാൽ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഹീറ്റ് ചെയ്ത് ഹെപ്റ്റൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ ന്യൂക്ലിയോഫിലിക് addition reaction? എന്താണ് ന്യൂക്ലിയോഫിലിക് addition reaction? The addition reaction which is indicated by nucleophile is called a nucleophilic addition reaction. ഇവിടെ കൊടുത്തിരിക്കുന്ന റിയാക്ഷൻ addition of HCN ഹൈഡ്രജൻ സയനൈഡ് കൊടുത്തിരിക്കുന്നത് on carbonyl group of aldehyde and ketone. ഹൈഡ്രജൻ സൈഡൈഡ് കാർബണൈൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്ന പ്രോസസ് കീറ്റോൺ ആകാം അല്ലെങ്കിൽ ആൽഡിഹൈഡ് ആകാം. ഇതിലേക്ക് എങ്ങനെ കാർബണൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നു പ്രോസസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കീറ്റോ ഗ്രൂപ്പ് ആദ്യം കൊടുത്തിരിക്കുന്നത് കീറ്റോ പ്ലസ് HCN. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ മാറുന്നു. OH ആൻഡ് CN എന്ന് പറഞ്ഞ് രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ് മെക്കാനിസം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോമെട്രിക് ഇഫക്റ്റ് ഓഫ് C double bond O create nucleophilic center CO and nucleophile CN attack CO greater than CO. COS greater than CO. ഇവിടെ പറഞ്ഞിരിക്കുന്നത് CN അറേഞ്ച് ചെയ്യുന്ന സയനൈഡ് ഹൈഡ്രജൻ സൈഡൈഡിൽ റീഅറേഞ്ച്മെന്റ് ചെയ്ത് അതൊരു ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നു. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. അടുത്ത ചാപ്റ്റർ യൂണിറ്റ് 28 ചാപ്റ്ററോടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അസൈൻമെന്റ് ലെസൺ ആണ് വരുന്നത്. കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ കണ്ടെയ്നിങ് നൈട്രജൻ.
ഇതിലും ആരോമാറ്റിക് കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. കൂടുതൽ നൈട്രജൻ കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇവിടെ അമീനാ കൊടുത്തിരിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അമീൻ. പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ ആൻഡ് ടെർഷ്യറി അമീൻ കൊടുത്തിട്ടുണ്ട്. ഇതില് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ക്ലാസിഫൈ ദ ഫോളോയിങ്. ഏതൊക്കെയാണ് പ്രൈമറി അമീൻ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് സെക്കൻഡറി അമീൻ, ഏതൊക്കെയാണ് ടെർഷ്യറി അമീൻ. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്ട്രക്ചർ നോക്കാം. ഇവിടെ NH2 അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഒരു കാർബൺ, പിന്നെ ഒരു CH3. അങ്ങനെ വരുമ്പോൾ പ്രൈമറി അമീൻ ആണ് വരുന്നത്. അടുത്തത് NH2 അറ്റാക്ക് ചെയ്തിരിക്കുന്നത് 2 കാർബൺ ആറ്റം, 2 CH3യിലും ഒരു CH3യിലും ഒരു CH2യിലും നൈട്രോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡറി അമീൻ വരും. അതുകൂടാതെ അടുത്ത ഒരു ആരോമാറ്റിക് റിംഗിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പാണ് കൊടുത്തിരിക്കുന്നത്. നൈട്രജൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ CH3 താഴോട്ട് CH3 CH3 വരും. അപ്പോൾ സെക്കൻഡറി അമീൻ എന്നുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ നോക്കുക. അടുത്തത് ടെർഷ്യറി അമീൻ കാണിക്കുന്നത് ഇവിടെ നൈട്രജൻ നോക്കുക. നൈട്രജനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 3 കാർബൺ ആണ്. കാർബൺ C മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ടെർഷ്യറി അമീൻ. നെക്സ്റ്റ് നൈട്രജനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കാർബണേ ഉള്ളൂ. ദാറ്റ് ഈസ് പ്രൈമറി അമീൻ. അടുത്ത നൈട്രജന് ചുറ്റും 4 കാർബൺ ഉണ്ട്. ദാറ്റ് ഈസ് ക്വാർട്ടർലി അമീൻ. അതായത് 3ൽ കൂടുതൽ വരുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അടുത്ത നോക്കാം. മേജർ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. തന്നിരിക്കുന്ന റിയാക്ഷൻസിലെ മേജർ പ്രോഡക്റ്റ്, കോമൺ പ്രോഡക്റ്റ് ഏതാണെന്ന് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബെൻസീൻ റിംഗിൽ CONH2 കൊടുത്തിട്ടുണ്ട്. അതുപോലെ CH3 മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്താൽ ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കലി, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആൽക്കലി KOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ആൽക്കലിയാണ്. അങ്ങനെ വരുമ്പോൾ ഇതില് ഇവിടെ ബെൻസീൻ വന്നിട്ടുണ്ട്, ഒരു CH3 ബ്രാഞ്ച് വന്നിട്ടുണ്ട്, ഒരു NH2 ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഇതിന്റെ പേര് എങ്ങനെ പറയും? മീഥൈൽ വന്ന മീഥൈൽ ബെൻസീൻ എന്ന് പറയാം. NH2 വന്ന അനലീൻ എന്ന് പറയാം. അപ്പൊ എങ്ങനെ എഴുതും? മീഥൈൽ അനലീൻ എന്ന് എഴുതാം. മീഥൈൽ അനലീൻ. നെക്സ്റ്റ് ഇവിടെ അനലീൻ റിയാക്ട് വിത്ത് സോഡിയം നൈട്രേറ്റ് കൊടുത്തിരിക്കുന്നത്. സോഡിയം നൈട്രേറ്റ് ഓർ HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇവിടെ ബെൻസോണിയം ഡയസോണിയം ക്ലോറൈഡ് ആണ്. ഡയസോണിയം ക്ലോറൈഡ് ആണ് ഉണ്ടാകുന്നത്. ഡൈസോണിയം ക്ലോറൈഡ്, ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ്, അത് തന്നെ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ആണ് ഉണ്ടാകുന്നത്. അടുത്ത സ്ട്രക്ചർ ബെൻസീനിലെ NH2 അറ്റാക്ക് ചെയ്താണ്. ദാറ്റ് ഈസ് അനലീൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ബ്രോമിനുമായിട്ടുള്ള റിയാക്ഷൻ, അനലീൻ വിത്ത് ബ്രോമീൻ. അപ്പോ ഒരു വലിയൊരു സ്ട്രക്ചറാണ് കിട്ടിയിരിക്കുന്നത്. 3 ബ്രോമിൻ ബ്രാഞ്ചസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൂടെ NH2 ബ്രാഞ്ച് വന്നിട്ടുണ്ട്. എത്ര ബ്രോമോ അയൻ, ഇത് അനലീൻ പറയും. എത്ര ബ്രോമോ? 3 ബ്രോമോ അനലീൻ. അതിന്റെ പൊസിഷനോടെ എഴുതുമ്പോൾ എത്ര പൊസിഷൻ വരും? ഇതൊക്കെ പൊസിഷനിൽ ബ്രോമിൻ വരും. 1 2 3 4 5 6. സെക്കൻഡ് പൊസിഷനിൽ ബ്രോമിൻ വരും. 4th പൊസിഷനിൽ ബ്രോമിൻ വരും. 6th പൊസിഷനിൽ ബ്രോമിൻ വരും. അപ്പൊ പേരെങ്ങനെ എഴുതും? 2 4 6 ട്രൈബ്രോമോ അനലീൻ എന്ന് എഴുതണം. 2 4 6 ട്രൈബ്രോമോ അനലീൻ. അടുത്തത് ബെൻസീൻ റിംഗില് NO2 വന്നിരിക്കുക. അപ്പൊ അങ്ങനെ നൈട്രോ ബെൻസീൻ എന്ന് പറയും. നൈട്രോ ബെൻസീൻ റിയാക്ട് വിത്ത് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ബെൻസീൻ റിംഗിൽ NH2 വന്നു. അപ്പൊ അനലീൻ വന്നു. കൂടാതെ SO3H സൾഫോണിക് ആസിഡും വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പേരെഴുതും? അനലീൻ സൾഫോണിക് ആസിഡ് എന്ന് എഴുതണം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ബെൻസീൻ റിംഗിൽ നൈട്രോ ഗ്രൂപ്പ് വന്നിട്ട്, അതായത് നൈട്രോ ബെൻസീൻ വന്നിരിക്കുന്നു. റിയാക്ട് വിത്ത് ഇൻ പ്രസൻസ് ഓഫ് അയൺ ആൻഡ് HCl. HCluമായിട്ടുള്ള റിയാക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഡയറക്റ്റ് ആയിട്ട് അനലീൻ ഉണ്ടാകുന്നു. എന്താണ്
major products. Next, ethanamine is reactive with the propanide with bromine and KOH. റിയാക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എഥിലീൻ അമീനെയാണ് പറയുന്നത്. ഈഥനമീന് ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. KOHന്റെ പ്രസൻസില്, ആൽക്കലിയുടെ പ്രസൻസില് ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട്സ് എന്തൊക്കെയാണ്? കോമ്പൗണ്ട്സ് കൊടുത്തിരിക്കുന്നത് CH3 സിംഗിൾ ബോണ്ട് CH2 NH2. ഇതെന്ത് കോമ്പൗണ്ടാ? അമീനാണ്. എന്ത് അമീനുമായിട്ട് വരും? ഈഥൈൽ അമീനായിട്ട് വരും. 2 കാർബൺ വരുമ്പോ ഈഥൈൽ അമീൻ. പ്ലസ് 2KBr പൊട്ടാസ്യം ബ്രോമൈഡ് ഉണ്ടാകുന്നുണ്ട്. പ്ലസ് K2CO3 പൊട്ടാസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നുണ്ട്. പ്ലസ് വാട്ടർ H2O ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ്, ഡൈസൊട്ടേഷൻ റിയാക്ഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. 2 ചാപ്റ്ററിലും കണ്ട് കയറി വരുന്നുണ്ട് ഡൈസൊട്ടേഷൻ റിയാക്ഷൻ. എന്തായാലും പഠിച്ചിരിക്കണം. Aniline react with sodium nitrate plus HCl to form benzene disonium chloride. The benzene disonium chloride ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ് പറയുന്നത് ഡൈസൊട്ടേഷൻ റിയാക്ഷൻ എന്ന്. ഇവിടെ കോമൺ പ്രോഡക്റ്റ് ആയിട്ട് NaCl, ബൈ പ്രോഡക്റ്റ് ആയിട്ട് NaCl സോഡിയം ക്ലോറൈഡും വാട്ടറും ഉണ്ടാകുന്നുണ്ട്. അടുത്ത സാൻമേയർ റിയാക്ഷൻ. സാൻമേയർ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഇത് കറക്ഷൻ ഉണ്ട്. സാൻമേയർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ക്ലോറോബെൻസീൻ ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ് സാൻമേയർ റിയാക്ഷൻ. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ കോപ്പർ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ക്ലോറോബെൻസീൻ ഉണ്ടാകുന്നു. സാൻമേയർ റിയാക്ഷൻ. അസൈലേഷൻ റിയാക്ഷൻ ഓൾറെഡി നമ്മൾ കുറച്ച് മുമ്പ് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ട് പോകുന്നതാണ്. ഫ്രീഡൽക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ. ഫീനോളിനെ റിയാക്ട് ചെയ്യിപ്പിക്കുവാണ്. കീറ്റോണുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഇൻ പ്രസൻസ് ഓഫ് ആൽക്കലി, ഏതെങ്കിലും ഒരു ആൽക്കലിയുടെ പ്രസൻസിലാണ് കീറ്റോ ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കീറ്റോൺ എന്ന് പറയുന്നത്. കീറ്റോ ഗ്രൂപ്പ് കലർന്ന ആരോമാറ്റിക് ബെൻസീൻ ആയിരിക്കും ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, നമുക്ക് നോക്കാനുള്ളത് സൾഫാനിലിക് ആസിഡ് ഫ്രം ബെൻസീൻ ആൻഡ് അനലീൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സൾഫാനിലിക് ആസിഡ് ഉണ്ടാകുന്ന റിയാക്ഷൻ ബെൻസീനിൽ നിന്നും അനലീനിൽ നിന്നും സൾഫാനിലിക് ആസിഡ് എങ്ങനെ ഉണ്ടാകുന്നു? ബെൻസീനിൽ നിന്ന് എങ്ങനെ ഉണ്ടാകുന്നു നോക്കാം. ബെൻസീൻ റിയാക്ട് വിത്ത് HNO3. HNO3 എന്ന് വെച്ചാൽ നൈട്രിക് ആസിഡ്. ബെൻസീൻ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. നൈട്രോ ബെൻസീൻ കിട്ടുന്നു. ബെൻസീൻ റിംഗിൽ NO2 വരുമ്പോൾ നൈട്രോ ബെൻസീൻ. പിന്നെ വീണ്ടും HCl പ്രസൻസിൽ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അനലീൻ കിട്ടും. അതായത് ബെൻസീൻ റിംഗിൽ NH വരുമ്പോൾ അനലീൻ കിട്ടും. വീണ്ടും സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ അനലീൻ സൾഫേറ്റ് കിട്ടും. വീണ്ടും അതിനെ ഹീറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ബെൻസീൻ റിംഗിൽ SO3- കിട്ടും, സൾഫാനിലിക് ആസിഡ്. അതുപോലെ അനലിൽ നിന്ന് എങ്ങനെ സൾഫാനിലിക് ആസിഡ് ഉണ്ടാക്കാം? വെരി ഇമ്പോർട്ടന്റ് ആണ്. ബെൻസീനിൽ നിന്ന് എങ്ങനെ സൾഫാനിലിക് ആസിഡ് ഉണ്ടാകാം, അതുപോലെ അനലിൽ നിന്ന് എങ്ങനെ സൾഫാനിലിക് ആസിഡ് ഉണ്ടാകാം. അനലീൻ ഈസ് റിയാക്ട് വിത്ത്, അതായത് മുമ്പ് പറഞ്ഞ ഇക്വേഷന്റെ പകുതി മുതൽ തുടങ്ങണം. അനലീൻ റിയാക്ട് വിത്ത് സൾഫ്യൂരിക് ആസിഡ് to form അനലീൻ സൾഫ്യൂരിക് ആസിഡ്. അതിനെ ട്രീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുമ്പോൾ സൾഫാനിലിക് ആസിഡ് ആയിട്ട് മാറും. നെക്സ്റ്റ് ഒരു റിയാക്ഷൻ ഉണ്ട്, ഹോഫ്മാൻ റിയാക്ഷൻ.
ആലിഫാറ്റിക് അമൈഡ് ട്രീറ്റ്മെന്റ് വിത്ത് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് KOH ആൽക്കലിയാണ് കൊടുത്തിരിക്കുന്നത്. കൺവേർട്ട് ഇൻ ടു പ്രൈമറി അമീൻ. പ്രൈമറി അമീൻ ഉണ്ടാകുന്ന പ്രോസസ്സാണ്. ആലിഫാറ്റിക് അമൈഡിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, എന്ത് വെച്ച് ബ്രോമിനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ബ്രോമിനുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ആണ് പ്രൈമറി അമീൻ. ഈ റിയാക്ഷനെയാണ് പറയുന്നത് ഹോഫ്മാൻ റിയാക്ഷൻ. ഇക്വേഷൻ നോക്കാം. RC ഡബിൾ ബോണ്ട് ഓക്സിറ്റോ ഗ്രൂപ്പ് പ്ലസ് NH2 സിംഗിൾ ബോണ്ട് NH2 പ്ലസ് Br2 പ്ലസ് KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ആൽക്കലി ആയിട്ട് എടുത്തിരിക്കുന്നത്. ഉണ്ടാകുന്ന കോമ്പൗണ്ട് NH2 പ്ലസ് K2CO3 പ്ലസ് 2KBr പ്ലസ് 2H2O. RNH2 പ്രൈമറി അമീൻ ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ പ്ലസ് K2CO3 എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നുണ്ട്. പ്ലസ് 2KBr മീൻസ് പൊട്ടാസ്യം ബ്രോമൈഡ് ഉണ്ടാകുന്നുണ്ട്. പ്ലസ് 2H2O മീൻസ് വാട്ടർ എന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ പ്രൈമറി അമീൻ ഉണ്ടാകുന്ന പ്രോസസ് അതാണ് ഹോഫ്മാൻ റിയാക്ഷനിൽ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒരെണ്ണം ഉണ്ടായിരുന്നു, കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. ഇതാണ് കപ്ലിംഗ് റിയാക്ഷൻ. ടെക്സ്റ്റ് ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിലും ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ഇങ്ങനെ ഒരു ഇക്വേഷനേ ഉള്ളൂ. പേജ് നമ്പർ 186 കപ്ലിംഗ് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബെൻസീൻ ഡൈസോഡിയം ക്ലോറൈഡിനെ ട്രീറ്റ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത് ഫീനോളുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്നത് പാരാഹൈഡ്രോക്സി ആക്സോ ബെൻസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഈ റിയാക്ഷനെയാണ് പറയുന്നത് കപ്ലിംഗ് റിയാക്ഷൻ. കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയും പാരാഹൈഡ്രോക്സി ആക്സോ ബെൻസീൻ ഉണ്ടാകുന്ന റിയാക്ഷൻ, അതാണ് കപ്ലിംഗ് റിയാക്ഷൻ. അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ വരുന്നത് അസൈൻമെന്റ് ലെസൺ ആണ്. അപ്പൊ അസൈൻമെന്റ് ലെസൺ നമ്മള് പിന്നെ എപ്പോഴെങ്കിലും എടുക്കുന്നതാണ്. ഇപ്പോ ഇത്രയേ ഉള്ളൂ. എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം തന്നെ പഠിക്കണം. ഈ ചാപ്റ്ററിൽ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്, അതുപോലെ ഇതിനു മുമ്പ് പറഞ്ഞ ചാപ്റ്റർ നൈട്രജൻ കാർബൺ കണ്ടെയ്നിങ് നൈട്രജൻ കോമ്പൗണ്ട്സ്. അതിലൊക്കെ മെയിൻ ആയിട്ട് വരുന്നത് റിയാക്ഷൻസ് ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ്, ആൽബേ റിയാക്ഷൻ, ഡൈസർട്ടേഷൻ റിയാക്ഷൻ, കപ്ലിംഗ് റിയാക്ഷൻ, അതുകൂടാതെ ഫ്രീഡൻ ക്രാഫ്റ്റ് അസൈലേഷൻ, റോസൻബർഗ് റിഡക്ഷൻ, കമൻസൺ റിയാക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഉണ്ട്. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. അതിന്റെ ഇക്വേഷൻ ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ പഠിക്കുകയും ചെയ്യണം. കാനിസാറോ റിയാക്ഷൻ, റോസൻബർഗ് റിഡക്ഷൻ, ഫീലിംഗ് ടെസ്റ്റ്, ഫ്രീഡൻ ക്രാഫ്റ്റ് അസൈലേഷൻ, മോൾഫിഷർ റിയാക്ഷൻ, ഇതൊക്കെ നിർബന്ധമായിട്ട് പഠിക്കും. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നമ്മളിപ്പോ പഠിച്ച ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒന്ന് സോപ്പ് ആൻഡ് ഡിറ്റർജന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റിയത് സോപ്പ് ആൻഡ് ഡിറ്റർജന്റ് ആൻഡ് പോളിമേഴ്സ്. അതിൽ പോളിമേഴ്സ് എന്ന് പറയുന്ന പോർഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോപ്പിനെ കുറിച്ച് അധികം ഒന്നും പറഞ്ഞിട്ടില്ല.
സോപ്പ് എന്താന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പോളിമേഴ്സ്, തെർമോപ്ലാസ്റ്റിക്, തെർമോസെറ്റിക് പ്ലാസ്റ്റിക്, അതുപോലെ മോണോമേഴ്സ്, അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. മോണോമേഴ്സ് ആൻഡ് പോളിമേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. പോളിമർ തന്നിട്ട് അതിന്റെ മോണോമേഴ്സ് എഴുതാൻ പറഞ്ഞ് ചോദിക്കും. അതുപോലെ തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കും തെർമോപ്ലാസ്റ്റിക്കും എക്സാമ്പിൾസ് തന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഏതാ തെർമോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ തെർമോസെറ്റിക് പ്ലാസ്റ്റിക് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പോളിമേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബയോ പോളിമേഴ്സ്, കോപോളിമേഴ്സ്, ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെയാണ് ലാസ്റ്റ് ചാപ്റ്ററിൽ നോക്കേണ്ടത്. അതുപോലെ അതുപോലെ വൾക്കനൈസ്ഡ് റബ്ബറും നാച്ചുറൽ റബ്ബറും അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സ്ട്രക്ചേഴ്സ് ആണ് ഇമ്പോർട്ടന്റ്. അതുകൂടാതെ ബയോമോളിക്യൂൾസിൽ തന്നെ അതുപോലെ ഡി ഗ്ലൂക്കോസ് അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പറയുന്നത് DDT-BHC അത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ അതിന്റെ സ്ട്രക്ചർ, യൂസസ്, പിന്നെ ഓസോൺ സ്ട്രക്ചർ, സൾഫർ ഡയോക്സൈഡ് സ്ട്രക്ചർ, ഹൈഡ്രജൻ പെറോക്സൈഡ് സ്ട്രക്ചർ, പിന്നെ പറയുന്നത് സ്ട്രക്ചർ ഓഫ് VSEPR തിയറി അനുസരിച്ച് സ്ട്രക്ചേഴ്സ് എഴുതാൻ പറഞ്ഞു, അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റം പഠിച്ചു, റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം പഠിച്ചു. അപ്പോൾ അതിന്റെയൊക്കെ പോസ്റ്റ്ലേറ്റ്സ് അത് ഇമ്പോർട്ടന്റ് ആണ്. പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ മോഡൽ, റൂദർഫോർഡ്, ആറ്റോമിക് തിയറി ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതുക. താങ്ക് യു.